ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പൊങ്കാല പായസമാണ്. നമ്മുടെ അമ്പലങ്ങളിലൊക്കെ കിട്ടുന്ന, നമ്മുടെ ബർത്ത്ഡേക്കൊക്കെ ചെയ്യുന്ന ഒരു പായസം, പൊങ്കാല പായസം. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വിറകടുപ്പിൽ വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതുവരെ എൻ്റെ പോസ്റ്റുകളൊക്കെ നമ്മുടെ ഫ്ലാറ്റിലുള്ള കിച്ചണിൽ വെച്ചായിരുന്നു. ഇന്ന് നാട്ടിലെ എൻ്റെ വീട്ടിൽ വെച്ചാണിത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു, നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലോട്ട് കടക്കാം. ഇപ്പോൾ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചു, വെള്ളം ഒഴിച്ചു കൊടുത്തു. വെള്ളത്തിന് കണക്കൊന്നുമില്ല, കാരണം നമ്മൾ അടുപ്പിൽ ഇട്ട് വെക്കുന്നത് കൊണ്ട് വെള്ളം കുറച്ച് കൂടുതൽ ഒഴിക്കാം. നമ്മൾ കുക്കറിലൊക്കെ വെച്ച് ചെയ്യും പോലെ കണക്കിന് വെള്ളം വെക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഞാൻ കൂടുതൽ വെള്ളം ഒഴിച്ചു വെച്ചു. ഇനി നമുക്ക് വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ എൻ്റെ കുക്കിംഗ് ചാനൽ തുടങ്ങിയതിന് ശേഷം എനിക്കിതുപോലെ അടുപ്പിലൊന്നും ഇട്ട് വെക്കുന്ന ഒന്നും കാണിക്കാൻ സാധിച്ചില്ല. പക്ഷെ ഇപ്പം ഞങ്ങൾ നാട്ടിലാണ്. ഇതുവരെ എൻ്റെ ഷൂട്ടൊക്കെ നമ്മുടെ ഫ്ലാറ്റിൽ വെച്ചായിരുന്നു. അപ്പോൾ ഫ്ലാറ്റിൽ അടുക്കളയിലുള്ള സൗകര്യങ്ങളിൽ വെച്ചാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ സ്വന്തം വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പൊങ്കാല പായസം ഉണ്ടാക്കുന്നത് നോക്കാം. ഇപ്പോൾ വെള്ളം അടുപ്പിൽ വെച്ചിട്ട് ഏകദേശം തിളയ്ക്കാറായി. അതിന് മുൻപ് ഞാനൊരു കാര്യം പറയാം. ഈ കാണുന്നത് നമ്മൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിൻ്റെ ഭാഗമായി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ടെറസിൽ നിന്ന് വരുന്ന വെള്ളം മുഴുവൻ ഒലിച്ച് അടിയിൽ കുഴൽ കൊടുത്തിട്ടുണ്ട്. ഈ മുകളിൽ വരുന്നത് ഈ ദ്വാരത്തിലൂടെ ഭൂമിക്കുള്ളിലോട്ട് പോകും. ഇത് നമ്മുടെ ചീഫ് മിനിസ്റ്റർ ജയലളിത ചീഫ് മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ കൊണ്ടുവന്ന ഒരു പദ്ധതിയായിരുന്നു റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. അപ്പോൾ എല്ലാ വീട്ടിലും ഇത് കമ്പൽസറിയായി ചെയ്യണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്തതാണ് ഈ സ്ലാബ്. ഇതിൻ്റെ ഉൾഭാഗത്ത് കല്ലൊക്കെ വെച്ച് അതിൻ്റെ രീതിയിലാണ് കരിങ്കല്ല്, ചെറിയ കരിങ്കൽ കഷ്ണങ്ങളും ഒക്കെ ഇട്ട് അവർ പറഞ്ഞ ആ രീതിയിൽ ചെയ്തതാണ്. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ ടെറസിൽ നിന്നും ഈ എല്ലാ സ്ഥലത്തു നിന്നും വരുന്ന വെള്ളം ഒലിച്ച് ഇതിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് വെള്ളം ഇതിനകത്ത് ഭൂമിക്കടിയിലേക്ക് തന്നെ പോകുന്നുണ്ട്. കലരിയാണ്, അത് നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. അതിനി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് അരി വെന്തു. ഞാൻ ഇടയ്ക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് തിളയ്ക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം, അടിക്ക് പിടിക്കാതെ.
അപ്പോൾ നല്ല കാറ്റാണ്, അതുകൊണ്ട് തീയൊക്കെ അണഞ്ഞണഞ്ഞ് പോകുന്നു. ഈ ശർക്കര വേണമെങ്കിൽ നമുക്ക് ഉരുക്കി അരിച്ചൊഴിക്കാം. ഇപ്പോൾ പൊങ്കാല പായസം ഇടുമ്പോൾ സാധാരണ അങ്ങനെ ആരും ചെയ്യാറില്ല, ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുകയാണ് പതിവ്. ഇപ്പം ഞാൻ ഈ ശർക്കര വലിയ കല്ലൊന്നും ഇല്ലാത്തതാണ്, അതുകൊണ്ടാണ് ഞാനിത് ഡയറക്റ്റായിട്ട് ഇട്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അരിച്ചൊഴിക്കാം. അപ്പോൾ ശർക്കരയൊക്കെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇത് കുറച്ച് സമയം കിടന്നൊന്ന് വരണ്ട് വരണം. പിന്നെ ആ നെയ്യിൻ്റെ ടേസ്റ്റും ശർക്കരയുടെ എല്ലാം ഒരു ടേസ്റ്റ് നന്നായി വരാൻ വേണ്ടി നമുക്ക് കുറച്ച് സമയം ചെറിയ തീയിൽ ഇട്ട് കൊടുക്കാം. പായസത്തിൻ്റെ ടേസ്റ്റ് നന്നായി വരണമെങ്കിൽ നെയ്യിൽ കിടന്ന് കുറച്ച് സമയം അത് ഒന്നുകൂടെ ഒന്ന് വേവണം. ശർക്കരയും നെയ്യും അരിയുമായി നന്നായി യോജിച്ച് വരാൻ വേണ്ടി കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ആവശ്യമുള്ള തേങ്ങ ചിരണ്ടി എടുക്കാം.